മലയാള സിനിമയിൽ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും റിലീസിന് വർഷങ്ങൾക്കിപ്പുറം സംവാദങ്ങൾക്കും തർക്കങ്ങൾക്കും വഴി തുറക്കുന്ന ചിത്രമാണ് നിസാം ബഷീർ സംവിധാനം ചെയ്ത കെട്ടിയോളാണ് എന്റെ മാലാക. ആസിഫ് അലി തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്ന് കാഴ്ചവെച്ച ഈ ചിത്രം പ്രത്യക്ഷത്തിൽ ഒരു കുടുംബം എന്ന് തോന്നിപ്പിക്കുമെങ്കിലും അത് കൈകാര്യം ചെയ്യുന്ന മാരിറ്റൽ റേപ്പ് എന്ന വിഷയം ഗൗരവകരമായ സാമൂഹിക ചർച്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അടുത്തിടെ അഡ്വക്കേറ്റ് ഷൈല റാണി ഈ സിനിമയെക്കുറിച്ച് നടത്തിയ വിമർശനം ഈ ചർച്ചകൾക്ക് പുതിയൊരു മാനം നൽകിയിട്ടുണ്ട്. ഹൈറേഞ്ച് പശ്ചാത്തലത്തിൽ സാധാരണക്കാരനായ ശ്രീവാച്ചൻ എന്ന യുവാവിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. അമ്മയുടെയും സഹോദരിമാരുടെയും തണലിൽ വളർന്ന സ്ത്രീകളോട് സംസാരിക്കാൻ പോലും മടിയുള്ള കൃഷിയും പള്ളിയും വീടുമായി കഴിയുന്ന ഒരാളാണ് ശ്രീവാച്ചൻ. വിവാഹശേഷം തന്റെ ഭാര്യയുമായി എങ്ങനെ പെരുമാറണമെന്നോ ലൈംഗികതയെക്കുറിച്ചോ യാതൊരു ധാരണയുമില്ലാത്ത ഇയാൾ സുഹൃത്തുക്കളുടെ തെറ്റായ ഉപദേശങ്ങൾ കേട്ട് ഭാര്യയെ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുന്നതാണ് സിനിമയുടെ വഴിത്തിരിവ്. നായികയുടെ ശാരീരികവും മാനസികവുമായ തകർച്ചയും പിന്നീട് ശ്രീവാച്ചനുണ്ടാകുന്ന കുറ്റബോധവുമാണ് സിനിമയുടെ ഇതിവൃത്തം. അക്രമത്തിന്റെ നോർമലൈസേഷൻ സിനിമയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ഷൈല റാണി ആദ്യം സിനിമയിലെ ചില രംഗങ്ങളുടെ ക്രൂരത ചൂണ്ടിക്കാണിച്ചു. അവരുടെ വാദങ്ങൾ ഇങ്ങനെയായിരുന്നു. സിനിമയിലെ വിശ്വസ്തർ ശ്രദ്ധിച്ചാൽ നായികയുടെ ചുണ്ടുകൾ കടിച്ച് അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നത് കാണാം. എഴുന്നേൽക്കാൻ പോലും ആകാതെ അവർ ആശുപത്രിയിലുമാകുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇത്. ഇത്രയും ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളെ ക്രിമിനൽ എന്ന് മാത്രമേ വിളിക്കാൻ കഴിയൂ. അറിവില്ലായ്മയുടെ പേരിൽ ഒരാൾ ഇത്രയധികം ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ല. സിനിമയുടെ അവസാനം ഈ നായകനെ നല്ല പിള്ളയായി ചിത്രീകരിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നുമുണ്ട്. 27 വയസ്സുള്ള ഒരാൾക്ക് ലൈംഗികത അറിയില്ല. ഇത്തരം ക്രൂരതകൾക്ക് ന്യായീകരണമാകരുത്. ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് മാരകമായ തെറ്റാണെന്നും ഷൈല റാണി വ്യക്തമാക്കുന്നുണ്ട്. പരിവർത്തനത്തിന്റെ കഥ സിനിമയെ അനുകൂലിക്കുന്നവരും ആസിഫ് അലിയുടെ പ്രകടനത്തെ പുകഴ്ത്തുന്നവരും പറയുന്നത് ശ്രീവാച്ചൻ ഒരു പ്രതിനിധിയാണെന്നാണ്. ഇവരുടെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെയാണ്. കേരളത്തിലെ പല ഉൾനാടൻ ഗ്രാമങ്ങളിലും ലൈംഗിക വിദ്യാഭ്യാസമോ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത പുരുഷന്മാരുമുണ്ട്. ശ്രീവാച്ചൻ പശ്ചാത്തലത്തിൽ ഇങ്ങനെ വളർന്നയാളാണ്. സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന പുരുഷത്വം തെളിയിക്കൽ എന്ന തെറ്റായ അറിവാണ് ശ്രീവാച്ചനെ ഇത്തരമൊരു രീതിയിൽ ചെന്നെത്തിച്ചത്. താൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോൾ ശ്രീവാച്ചൻ അനുഭവിക്കുന്ന മാനസിക വിഷമവും പിന്നീട് അയാൾ മാറാൻ ശ്രമിക്കുന്നതും സിനിമയുടെ വിജയമാണ്. നായിക അവനോട് ക്ഷമിക്കുന്നത് അവരുടെ ബന്ധത്തിന്റെ ആഴം കൊണ്ടും അയാളുടെ മാറ്റം തിരിച്ചറിഞ്ഞതുകൊണ്ടുമാണ്. ഈ സിനിമ ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം വിവാഹത്തിനുള്ളിലെ ബലാത്സംഗം കുറ്റകരമാണോ? ഇന്ത്യൻ നിയമപ്രകാരം വിവാഹബന്ധത്തിനുള്ളിലെ ലൈംഗിക അതിക്രമങ്ങൾ പലപ്പോഴും ശിക്ഷിക്കപ്പെടാറില്ലെങ്കിലും അത് സ്ത്രീയുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്ന ബോധ്യം പുതിയ തലമുറയ്ക്കുണ്ട്. ഒരു പുരുഷൻ തന്റെ ഭാര്യയെ അവളുടെ സമ്മതമില്ലാതെയും അവൾക്ക് വേദന നൽകുന്ന രീതിയിലും സമീപിക്കുന്നത് അക്രമം തന്നെയാണ്. അത് വിവാഹത്തിനുള്ളിലാണെങ്കിലും അല്ലെങ്കിലും. സിനിമയിലെ നോർമലൈസേഷൻ എന്ന അപകടം ഷൈല റാണിയെ പോലുള്ളവർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആശങ്ക നോർമലൈസേഷനാണ്. സിനിമയിലെ നായിക ശ്രീവാച്ചനോട് ക്ഷമിക്കുമ്പോൾ സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന യഥാർത്ഥ ജീവിതത്തിലെ സ്ത്രീകൾ അക്രമം സഹിക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടേക്കാം. ഒരു സിനിമ എന്ന നിലയിൽ ശ്രീവാച്ചന്റെ മാനസികാവസ്ഥയെ ആഘോഷിക്കപ്പെടുമ്പോൾ നായിക അനുഭവിച്ച ട്രോമ ലഘൂകരിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. സിനിമയോട് വിയോജിക്കുമ്പോഴും ആസിഫ് അലി എന്ന നടന്റെ കരിയറിലെ നാഴികക്കല്ലാണ് ഈ സിനിമ. ശ്രീവാച്ചന്റെ നിസ്സഹായതയും പരിക്കൻ സ്വഭാവവും അദ്ദേഹം മനോഹരമായി അവതരിപ്പിച്ചു. വീണ നന്ദകുമാർ അവതരിപ്പിച്ച റിൻസി എന്ന കഥാപാത്രം നിശബ്ദതയിലൂടെ വലിയ വേദനകൾ സംവേദനം ചെയ്തു. നിസാം ബഷീറിന്റെ സംവിധാന മികവും ഈ ചർച്ചകൾക്ക് കരുത്തേകി. കെട്ടിയോളാണ് എന്റെ മാലാക വെറും ഒരു സിനിമയല്ല, മറിച്ച് മലയാളി പുരുഷന്റെ ലൈംഗിക ബോധത്തെയും വിവാഹ സങ്കല്പങ്ങളെയും കുറിച്ചുള്ള തുറന്ന പുസ്തകമാണ്. അഡ്വക്കേറ്റ് ഷൈല റാണിയുടെ വിമർശനം സ്ത്രീപക്ഷത്തു നിന്നുള്ള ശക്തമായ ഒരു അന്വേഷണമാണ്. അതേസമയം ശ്രീവാച്ചനെ സ്നേഹിക്കുന്നവർ അവനിലെ മാറ്റത്തെയാണ് മാനിക്കുന്നത്. സിനിമ അതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നത് ഇത്തരം ആരോഗ്യകരമായ സംവാദങ്ങളിലൂടെയാണ്. മാരിറ്റൽ റേപ്പ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന തിരിച്ചറിവ് നൽകിയതിൽ ഈ സിനിമ വലിയ പങ്ക് വഹിച്ചു.